അസ്സലാമലൈക്കും. കഴിഞ്ഞ 12 വർഷമായി ആലംബഹീനർക്കും അക്ഷണർക്കും ആശ്വാസമായി നിൽക്കുന്ന ഒരു സംഘടനയാണ് VPSK. ഈ കൂട്ടായ്മ 12ാമത്തെ വർഷം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ ആദ്യം തന്നെ GCC ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ചടൽ കൊടുത്ത പുഷ്പങ്ങളെ പോലെ കക്ഷി മത ജാതി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വള്ളക്കടവ് പ്രവാസി കൂട്ടായ്മ. ഈ സൗഹൃദ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ 12ാം വാർഷിക ആഘോഷ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത്രയും കാലം ഈ സംഘടനയുമായി സഹകരിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. സംഘടനയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ ഈ സംഘടനയുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും അവരുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുവാനും എനിക്ക് കഴിഞ്ഞു. അതിൻ്റെ ജീവിതത്തിലെ ഒരു ധന്യമുഹൂർത്തമായി ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ GCCയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ വാർഷികത്തിൽ അതിലും എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞു. വളരെ സന്തോഷം പകരുന്ന കാഴ്ചയാണ്. സംഘടന നമ്മുടെ നാട്ടിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും ജനമറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കോവിഡ് മഹാമാരി ലോകം മുഴുവനും പടർന്നു പന്തലിച്ചപ്പോൾ വെട്ടുകാട് പ്രദേശത്ത് നിന്നും ജോലി തേടിപ്പോയ ഒരു സഹോദരിയുടെ കഥ ജോലി ലഭിക്കാതെ കഴിക്കുവാൻ ഭക്ഷണമില്ലാതെ കിടന്നുറങ്ങുവാൻ റൂമില്ലാതെ ഇരുന്ന ആ സഹോദരിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള പണമോ മറ്റൊന്നുമില്ലായിരുന്നു. അവരുണ്ടായിരുന്ന സമയത്ത് അവിടെ അവരെ സംരക്ഷിച്ചത് VPSK ആയിരുന്നു. ഇതുപോലെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ നാട്ടിലേക്ക് എത്തിക്കുവാൻ ശ്രമം നടത്തുന്ന അവസരത്തിലാണ് മുൻ മന്ത്രി ശ്രീ VS ശിവകുമാർ നാട്ടിലേക്ക് കുറച്ചുപേരെ എത്തിക്കുവാൻ പോകുന്നുവെന്ന വാർത്ത എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട VS ശിവകുമാറിനോട് ഈ കാര്യം ഞാൻ പറയുകയും ചെയ്തു. അദ്ദേഹം നാട്ടിലേക്ക് എത്തിച്ചവരിൽ ആദ്യം എത്തിയത് വള്ളക്കടവ് പ്രവാസി കൂട്ടായ്മ അവിടെ സംരക്ഷിച്ചു നിർത്തിയ അവർക്കവിടെ എല്ലാ സഹായങ്ങളും നൽകിയ ആ സഹോദരിക്കാണ് എന്ന കാര്യത്തിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. വളരെ സന്തോഷത്തോടെ നിറകണ്ണുകളോടുകൂടെയാണ് അവർ നമ്മുടെ സംഘടനയ്ക്കും ഞങ്ങൾക്കെല്ലാം അവർ നന്ദി പറഞ്ഞത്. അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പ് അവരെ വീട്ടിൽ പോയി തന്നെ രേഖാമൂലം ബഹുമാനപ്പെട്ട മുൻ മന്ത്രിക്കൊപ്പം ഞാനും പോയി നൽകുകയുണ്ടായി. അവരോട് വള്ളക്കടവ് പ്രവാസി കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ വികാരഭരിതമായി തന്നെയായിരുന്നു ആ വീട്ടിലെ ഓരോ അംഗങ്ങളും ഈ സംഘടനയിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചത്. ഒരുപക്ഷെ നിങ്ങൾ സഹായം ചെയ്ത ഇത്തരക്കാരുടെ പ്രാർത്ഥന തന്നെയായിരിക്കാം നിങ്ങളുടെ ഈ സംഘടന 12ാമത്തെ വർഷത്തിലേക്ക് പോകുന്നത്. നിങ്ങളുടെ അല്ല, നമ്മുടെ അഭിമാനമായ ഈ സംഘടന 12ാം വർഷത്തിലേക്ക് കടക്കുന്ന വള്ളക്കടവിലെ പ്രവാസി സൗഹൃദ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ദീർഘായുസ്സ് നേരുന്നതോടൊപ്പം ഈ സംഘടന ഇനിയും പടർന്ന് പന്തലിച്ച് നാട്ടിലെ പാവപ്പെട്ടവർക്ക്, ദുരിതം അനുഭവിക്കുന്നവർക്ക്, കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് ഒരു സഹായം എത്തിക്കുവാൻ നിങ്ങൾ അധ്വാനിക്കുന്ന പ്രവാസ ലോകത്തിൽ നിന്നും നിങ്ങൾ അധ്വാനിക്കുന്ന ഒരു തുക ഇതിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ തീർച്ചയാണ് സർവേശ്വരന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകും. സംഘടനയ്ക്കും സംഘടനാ ഭാരവാഹികൾക്കും സംഘടന ഓരോ പ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നന്ദി.